OTA കയറ്റിയോ മാറ്റിയോ, OTA കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയ, സ്വർണ്ണപ്പാളി മാറ്റിയ, ശാസ്താവിന്ദനം ഊറ്റിയെ, ഇതൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ടത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അതാണോ അപരാധം, അതോ സ്വർണം മോഷിച്ചതാണോ അപരാധം? അപ്പൊ ഇത് വളരെ ഇന്റൻഷനലായിട്ട് ബോധപൂർവം ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം ആദ്യം ഇതിന് പരാതി കൊടുത്തത് CPM. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായ പാട്ടാണ് പോറ്റിയെ കേറ്റിയ എന്ന പാരടി ഗാനം. ഇത് കേരളക്കരയായി വൈറലായ പാട്ടായിരുന്നു. കേരളത്തിൽ ഇടതു ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന കൊള്ള തുറന്നു കാട്ടുന്നതായിരുന്നു ഈ പാട്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ പേരിൽ പ്രസാദ് കുഴിക്കാല ഈ പാട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് ഈ പരാതിയിൽ യാതൊരു ബന്ധമില്ല എന്ന് പത്തനംതിട്ടയിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. ഹരിദാസ് പറഞ്ഞു. തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന പേരില് പ്രസാദ് കുഴിക്കാലയുടെ ഒരു പ്രസ്താവന ഇന്നലെ ചാനലുകളിലും ഇന്ന് പത്രത്തിലും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. ശബരിമലയിൽ നടന്ന തീവെട്ടിക്കുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആൾക്കാർ ജയിലിലാണ്. ഇനിയും പലരിലേക്കും അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശ്രീകോവിലിന്റെ മുൻപിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളയും പീഠവും കട്ടളയും അയ്യപ്പന്റെ കഴുത്തിൽ കിടന്ന ഏകവ രുദ്രാക്ഷമാലയും അദ്ദേഹം യോഗ നിദ്രയിൽ ഇരിക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തെ ഒന്നും അപലപിക്കാതെ, അല്ലെ ആ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും ഉണ്ടാതെ, ആരോ എഴുതിയ ഒരു പാരടി, ആ പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം കടന്നു പോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ അതിനെ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതെന്തുമായിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിന്റെ ഇന്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ? ആണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന സംഭവത്തെയൊക്കെ അപലപിക്കണ്ടേ? 2 ദിവസം കൂടി മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, തിരുവാഭരണം കമ്മീഷണർ ജയിലിൽ കിടക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിൽ കിടക്കുക. അപ്പൊ അതിനെ ഒന്നും അപലപിക്കാതെ, അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ OTA കയറ്റിയോ മാറ്റിയോ, OTA കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയ, സ്വർണ്ണപ്പാളി മാറ്റിയ, ശാസ്താവിന്ദനം ഊറ്റിയെ, ഇതൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ടത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അതാണോ അപരാധം, അതോ സ്വർണം മോഷിച്ചതാണോ അപരാധം? അപ്പൊ ഇത് വളരെ ഇന്റൻഷനലായിട്ട് ബോധപൂർവം ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം ആദ്യം ഇതിന് പരാതി കൊടുത്തത് CPM. CPM പരാതി കൊടുത്തതിന്റെ തൊട്ട് പിന്നാലെ കൊണ്ടുപോയി ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെന്നും പറഞ്ഞ് പത്രപ്രസ്താവന നടത്തിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല, ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല, വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചല്ല, മറിച്ച് ഈ കൊള്ള നടത്തിയവരെയൊക്കെ സംരക്ഷിക്കാനും വെള്ളം പൂശാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ, കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രസ്താവന. തീവെട്ടിക്കൊള്ള ശബരിമലയിൽ നടത്തിയവർക്കെതിരെ ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ കൊള്ള നടത്തിയവരെ പരിഹസിച്ചെഴുതിയ പാട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ഈ നീക്കം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ വിശ്വാസത്തെയോ ക്ഷേത്രത്തെയോ സംരക്ഷിക്കാനല്ല, മറിച്ച് കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനാണ് പ്രസാദ് കുഴിക്കാല ഈ നീക്കം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 വർഷം മുമ്പ് തിരുവാഭരണ സംരക്ഷണ പാത സമിതിയിൽ നിന്ന് വേർപെട്ടു പോയി പുതിയ സംരക്ഷണ സമിതി രൂപീകരിച്ച ആളാണ് പ്രസാദ് കുഴിക്കാല. എന്റെ കൂടെ ഞാൻ ചെയർമാനുമായിട്ട് ജനറൽ കൺവീനറുമായിരുന്ന ആളാണ്.
പക്ഷെ അയാളൊരു 4 വർഷം മുമ്പ് അയാൾ അതിൽ നിന്ന് പോയിട്ട് അയാൾ വേറൊരു തിരുവാഭരണപ്പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ച് അതിന്റെ കൺവീനറായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഞങ്ങള് ആ സംഘടനയിൽ ഇയാൾ മാത്രമേ പോയിട്ടു. അദ്ദേഹത്തിന് ഈ ഗൂഢനീക്കത്തെ തിരുവാഭരണപാത സംരക്ഷണ സമിതി ശക്തമായി അപലപിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് കെ ഹരിദാസ് പറഞ്ഞു. ഏതായാലും പാരടിഗാനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ രണ്ടു പക്ഷങ്ങളുടെ ചേരിപ്പോരാണ് നടക്കുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ